ഹായ്, നിങ്ങൾക്ക് വേണ്ടിയാ ഇന്നത്തെ ടോപ്പിക് എന്നാന്ന് പറയുമോ? ചതിക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ഭയങ്കര പാടാ, പക്ഷെ എന്നാലും പറയാം. ഒരു സ്ട്രേഞ്ചർ നമ്മളടുത്തോട്ട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ചിലപ്പോൾ നമ്മളെ ഇഷ്ടമായിട്ടായിരിക്കാം എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം തന്നെയാണ്. പൊതുവെ അങ്ങനെയാണ്. ഓക്കെ, അല്ലാത്തവരും ഉണ്ട്, ഫൈൻ. ദെൻ അവർ നമ്മളടുത്ത് അടുക്കാൻ ശ്രമിക്കും തോറും നമ്മൾ ഒരിക്കലും നമ്മുടെ പാസ്റ്റ് പറയരുത്. ഓക്കെ, നമ്മുടെ പാസ്റ്റ് പറയുമ്പോൾ ആദ്യം അവർ അതിൽ കുറേ സിമ്പതിയൊക്കെ തേടും. അതിനുശേഷം സാരമില്ല, എല്ലാം ശരിയാവും, ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് ഡൈവേർട്ട് ചെയ്യും. ദെൻ പിന്നെ പറയാനാണെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ നെഗറ്റീവ് സൈഡോ നിങ്ങളുടെ പോസിറ്റീവ് സൈഡോ ആ ആൾ അറിയാണ്ടിരിക്കാൻ ശ്രമിക്കുക മാക്സിമം. കാരണം എന്താണെന്നറിയോ, നമ്മൾ നെഗറ്റീവ് സൈഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തകർക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. സ്വാഭാവികം. എപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മുടെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും നമ്മൾ പറയും. തെറ്റുപറ്റിപ്പോണത് അവിടെയാണ്. പിന്നീട് മനസ്സിലോട്ട് ആഴത്തിൽ പെട്ടെന്ന് കയറ്റി വെക്കരുത് കേട്ടോ, പണി പാലും വെള്ളത്തിൽ കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടും അവർ സമയം കണ്ടെത്തുന്നൊന്നും ആദ്യം ശ്രദ്ധിക്കുക. ശരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അവർ തിരക്കാണെന്ന് പറയും, പക്ഷെ അവർ സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടിരിക്കണം, ഇല്ലെങ്കിൽ അവർ നമ്മുടെ പിണങ്ങും. ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ ചതിക്കുന്നവരെ കാറ്റഗറിയിൽ പേസിലോട്ട് പോകണം. ഇതിനേക്കാൾ കൂടുതലുണ്ട്, വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.